ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ആലു പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിറച്ച് കുറച്ച് സ്പൈസിയും കൂടെയാണ്. ഇതിന് കറി ഇല്ലെങ്കിലും നമുക്ക് തനിയെ കഴിക്കാം. പിന്നെ ഈ ആലു പൊറോട്ട കഴിക്കുന്നത് നമ്മൾ മസൂർ ദാലില്ലേ, മസൂർ ദാലിൻ്റെ കറി, പിന്നെ തൈര്, പുതിന ചട്നി, ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ. ഇതിനായിട്ട് നമ്മൾ 1/2 കിലോ ഉരുളക്കിഴങ്ങാണ് എടുത്തത്. അത് നന്നായിട്ട് കഴുകിയിട്ട് തൊലിയോട് കൂടിയിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്. തൊലി കളഞ്ഞിട്ടും പുഴുങ്ങാം. ഇപ്പോൾ നമ്മളിപ്പോൾ തൊലിയോട് കൂടിയിട്ട് ഒന്ന് നടു പിളർന്നിടുക. അപ്പോൾ വേഗം ഒന്ന് വെന്ത് കിട്ടും. അത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഫുള്ള് വെള്ളമൊന്നും ഒഴിക്കേണ്ട. അത് ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യത്തെ വിസിൽ വരുമ്പോൾ സിമ്മിലിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടാവും കേട്ടോ. അതിലേക്ക് മസാല ഉണ്ടാക്കാനായിട്ട് സവാള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ മല്ലിയില, അതൊക്കെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞു വയ്ക്കുക. പ്രഷർ പോയി കഴിഞ്ഞ് നമ്മുടെ പൊട്ടാറ്റോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മാഷർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് മാഷ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ അതില്ലെങ്കിൽ ഫോർക്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യുക. നമുക്കിങ്ങനെ ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നല്ലൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ എങ്ങനെ ഉടച്ചാലും കുഴപ്പമില്ല, കട്ടയില്ലാണ്ട് ഉടച്ചെടുത്താൽ മതി. പിന്നെ അതിലേക്ക് മസാല തയ്യാറാക്കാനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക കേട്ടോ. ഇതിൽ സൺഫ്ലവർ ഓയിലാണ് കൂടുതൽ നല്ലത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, ഇഞ്ചി ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ പച്ചമുളക് എരിവ് കുറവാണ്, അതുകൊണ്ട് നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ ഡ്രൈ മാംഗോ പൗഡർ, പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്. ഇപ്പോൾ ഈ മസാലയിൽ നമ്മൾ നല്ല ജീരകം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ നല്ല ജീരകം പൊടിച്ചത് നമുക്ക് ചേർക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മളതിലേക്ക് മാഷ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ചേർത്ത്. അപ്പോൾ ഇതിൽ വെള്ളം ഇല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അഥവാ വെള്ളം ഉണ്ടെങ്കിൽ ഈ പാത്രത്തിലിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. പിന്നെ മല്ലിയില ചേർക്കാം. മല്ലിയില എത്ര വേണമെങ്കിലും നമുക്ക് ചേർക്കാം. കൂടുതൽ മല്ലിയില ഉണ്ടെങ്കിൽ നല്ല മണം ഉണ്ടാവും ആലു പൊറോട്ടയ്ക്ക്. അപ്പോൾ വെള്ളം ഇല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം ഈ മസാലയിൽ കേട്ടോ. കാരണം പൊട്ടാറ്റോ കുഴഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് പരത്താൻ നല്ല ബുദ്ധിമുട്ടാവും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കുക. അതാണ് ഈ മസാലയുടെ പാകം. പിന്നെ നന്നായിട്ട് ഉടയ്ക്കണം, കട്ടയൊന്നും പാടില്ല. ഒരു തരി പോലും കട്ടയില്ലാണ്ട് ഉടച്ചെടുക്കുക. ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കുക. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. പിന്നെ ചപ്പാത്തിക്ക് മാവ് മുൻപേ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സാധാ ചപ്പാത്തിയുടെ ബോൾസ് എടുക്കണേക്കാളും കുറച്ചും കൂടെ വലിപ്പത്തിലെടുക്കുക. കാരണം ഇത് കനം കുറഞ്ഞിട്ട് പറ്റില്ല, ഫില്ലിങ് വെച്ചിട്ട് പരത്തേണ്ടതല്ലേ. അപ്പോൾ അതങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ അത്ര കുറച്ച് വലിയ ബോൾസ് എടുത്തിട്ട് ചെറിയ വലിപ്പത്തിലൊന്ന് പരത്തുക. നമ്മുടെ കൈപ്പത്തിയിൽ കൊള്ളണ അത്ര വലിപ്പത്തിൽ ആദ്യം പരത്തുക. നമ്മൾ പൂരിക്കൊക്കെ പരത്തില്ലേ, അത്ര വലിപ്പത്തിൽ പരത്തിയാൽ മതി. അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് വയ്ക്കുന്നത്. ഫില്ലിങ്ങൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കട്ടെ. കൂടുതൽ ഫില്ലിങ് വെച്ചാൽ ചെറുതായിട്ട് പൊട്ടിപ്പോകുന്നു മാത്രമേ ഉള്ളൂ പരത്തുന്ന സമയത്ത്. അതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല. കുറച്ച് ഫില്ലിങ് വെച്ചാൽ പൊട്ടില്ല. പൊട്ടാണ്ട് നമുക്കിങ്ങനെ നല്ല ബബിള് പോലെ ഇങ്ങനെ വീർത്ത് വരും, പൊള്ളച്ച് വരും പൊറോട്ട. അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കൂട്ടി എല്ലാതും യോജിപ്പിച്ചിട്ട് നമ്മുടെ കുമ്പിളപ്പൊക്കെ ഉണ്ടാക്കണ പോലെ അങ്ങനെ ഒന്ന് തിരിച്ച് ആ എക്സസ് ആയിട്ടുള്ള ആ മാവ് നമ്മളത് എടുത്ത് മാറ്റാം. അത് വേണ്ട നമുക്ക്. ബാക്കിയുള്ള ഭാഗം ഇനി ഒന്ന് യോജിപ്പിക്കാം. നമ്മൾ പൊട്ടിച്ചത് അതിൻ്റെ പാടമൊന്നും ഇല്ലാണ്ട് ഒന്നും കൂടെ ഒന്ന് റൗണ്ടാക്കി എടുക്കുക. ഫില്ലിങ് കൂടുതൽ വെച്ചാൽ ഇതാണ് കുഴപ്പമുണ്ടാവും, ചെറുതായിട്ടൊരു പൊട്ടലൊക്കെ വരും പരത്തുമ്പോൾ. ഫില്ലിങ് കുറവാണെങ്കിൽ പിന്നെ മാവല്ലേ കൂടുതൽ, അപ്പോൾ അധികം പൊട്ടൽ വരില്ല. അത്രയ്ക്കുള്ളൂ. ഇവിടെ കൂടുതൽ ഫില്ലിങ് വേണം, അതുകൊണ്ട് നമ്മളിതിൽ കുറച്ചധികം ഫില്ലിങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫില്ലിങ് കുറച്ച് 1 ടേബിൾ സ്പൂണൊക്കെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അധികം പൊട്ടലില്ലാണ്ട് കിട്ടും. നമുക്ക് പൊട്ടിയാലും ഫില്ലിങ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കൂടുതൽ വെച്ചത്. അപ്പോൾ അതേ ഇങ്ങനെയാക്കി ഇനി നമ്മളത് പരത്തിയെടുക്കാം. കുറച്ച് പൊടി തൂവിയിട്ട് പരത്തിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഒട്ടിപ്പിടിക്കും.
ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണതാണ് കേട്ടോ. ഇത് സാധാരണ ചപ്പാത്തിയുടെ മാവല്ലല്ലോ, അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് പതുക്കെ പതുക്കെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. സ്പീഡിലൊന്നും പരത്തിയാൽ പെട്ടെന്ന് അത് പൊട്ടിപ്പോവും. പിന്നെ നമുക്കത് എടുത്ത് തവയിലിടാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. ഫില്ലിങ്ങുള്ള കാരണം ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നുണ്ടാവുക. ഇനി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും നമ്മൾ എടുക്കുക. ആദ്യം ചിലപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ആദ്യം 1-2 ഇങ്ങനെ പൊട്ടിയൊക്കെ പോവും, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചെയ്ത് ചെയ്ത് നമ്മളിതിൽ മാസ്റ്ററാവും. അപ്പോൾ തവ ആദ്യം നന്നായിട്ട് ചൂടാക്കുക, പിന്നെ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇതിന് തീ കുറവല്ല, സിമ്മിൽ വെച്ചാൽ അധികം നന്നായിട്ട് പൊള്ളച്ച് വരില്ല. എന്നിട്ട് ഇങ്ങനെ നോക്കുക, ഇത് ചെറുതായിട്ട് ആവി വരും. ആവി വരുന്ന സമയത്താണ് നമ്മളിത് മറിച്ചിട്ട് കൊടുക്കേണ്ടത്. ചെറിയൊരു ആവി വരും കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുക, ആ സമയത്ത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ നെയ്യോ ബട്ടറോ പിന്നെ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിക്കുക കേട്ടോ. അപ്പം നമ്മളിവിടെ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിക്കണ്ട. ബാക്കി അതാകുമ്പോൾ വേറെ മണം വരും. ബാക്കി എന്ത് ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല. ഇതിന് ഇതിലെ ഓയിൽ ഇങ്ങനെ ഒഴിക്കണം, അല്ലെങ്കിൽ ആലു പൊറാട്ട അത്ര നന്നാവില്ല. അതുകൊണ്ടാണ് ഓയിൽ ഒഴിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ചിലവർക്ക് ഓയിൽ അധികം കാണുമ്പോൾ പേടിയാവും കഴിക്കാനായിട്ട്. പക്ഷേ ആലു പൊറാട്ടയിൽ ഓയിൽ വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ ചെറിയ ക്രാക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, കാരണം ഇതിൽ കുറേ ഫില്ലിങ് അധികം വെച്ചിട്ടുണ്ടല്ലോ. ഫില്ലിങ് കുറവാണെങ്കിൽ ഇങ്ങനെ ക്രാക്ക് വരില്ല. അപ്പോൾ ഫില്ലിങ്ങൊക്കെ വെക്കുമ്പോൾ സൂക്ഷിച്ച് വെച്ചാൽ നല്ല ഇങ്ങനെ പെർഫെക്റ്റായിട്ട് ഇങ്ങനെ പൊന്തിങ്ങനെ വരും. പക്ഷേ കഴിക്കാൻ ഫില്ലിംഗ് ഉള്ളതാണ് കൂടുതൽ നല്ലത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ചെറുതായിട്ട് പൊട്ടിയാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ നമ്മുടെ പൊറാട്ട. ഒരു ഭാഗം കുറേ സമയം ഇടരുത്. ഇങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുക്കുക. പിന്നെ ഈ ഒരെണ്ണം ചുട്ടെടുത്തിട്ട് അത് കഴിഞ്ഞാൽ ഈ തവയൊന്ന് ക്ലീൻ ആക്കണം. നമ്മൾ ബ്രഷ് കൊണ്ടോ ബ്രഷിൽ വെള്ളം മുക്കിയിട്ട് അതുകൊണ്ടൊന്ന് ചെയ്താൽ മതി, അല്ലെങ്കിൽ തുണി കൊണ്ടൊന്ന് തുടച്ചെടുക്കുക. അല്ലെങ്കിൽ അതിലത്തെ പൊടി അവിടെ കിടന്നിട്ട് കരിയും. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് അടുത്തത് ഇടാൻ പാടുള്ളൂ കേട്ടോ. അതേ ഒരെണ്ണം കൂടെ കാണിക്കുന്നുണ്ട്, ഒന്ന് ക്ലോസപ്പായിട്ട് കാണിച്ചതാണ്. അപ്പോൾ ഇതിന് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ക്രാക്കൊക്കെ ഉണ്ട് കേട്ടോ, പൊട്ടലൊക്കെ ഉണ്ട്. പക്ഷെ ഫുള്ള് ഫില്ലിങ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ചെറുതായിട്ട് ഇങ്ങനെ ആവി വരുന്ന സമയത്ത് നമ്മളത് മറിച്ചിട്ട് കൊടുക്കാൻ പോകും. അതെ, നമ്മുടെ രണ്ടാമത്തെ ആലു പൊറാട്ടയും റെഡി ആയിട്ടാണ്. ഇതിപ്പോൾ പെർഫെക്റ്റ് ആലു പൊറാട്ട എന്ന് പറയണില്ല, കാരണം ഇത് ഫില്ലിങ് കൂടുതൽ വെച്ച കാരണം ഇങ്ങനെ ക്രാക്കൊക്കെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ പൊള്ളച്ചിങ്ങനെ വരും. അപ്പോൾ ഇതുപോലെ ആലു പൊറാട്ട ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെയെങ്കിലും ഉണ്ടാക്കി നോക്കുക, അത്രേ പറയാനുള്ളൂ. നല്ല സ്വാദാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് പറയും. ഇതിന് മിക്സ് തനിയെ തന്നെ കഴിക്കാൻ നല്ല സ്വാദാണ്. എരിവും ഉപ്പും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. റെഡിയായി നമ്മുടെ
ചൂടുള്ള ആലു പൊറോട്ട. അപ്പോൾ ഇതുപോലെ ആലു പൊറോട്ട ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ.